എറണാകുളം ജില്ലയ്ക്കൊപ്പം കോട്ടയം ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കോട്ടയത്ത് വിനോദസഞ്ചാര മേഖലയിലേക്ക് പ്രവേശനം നിരോധിച്ചു. ഭരണങ്ങാനത്ത് ഇടമറുകിൽ ഉരുൾപൊട്ടി. വിവരങ്ങളുമായി ടോബി ജോൺസണാണ് ചേരുന്നത് കോട്ടയത്ത് നിന്ന്. ടോബി, കോട്ടയം ഈ മീനച്ചിലാറ്, മണിമലയാറ് ഒക്കെ കരകവിഞ്ഞൊഴുകാനുള്ള ഒരു സാധ്യത പലപ്പോഴും ഈ കനത്ത മഴയുള്ളപ്പോഴുണ്ട്. അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ പലതും കോട്ടയം ജില്ലയിലുണ്ട്. വിനോദസഞ്ചാര മേഖലകളിൽ ഒരു പർദീസ കൂടിയാണല്ലോ കോട്ടയം ജില്ല. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ മുന്നറിയിപ്പുകളാണുള്ളത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. ക്രിസ്റ്റീന, രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നേരിയൊരു ആശ്വാസമുണ്ടെങ്കിലും രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഈ മഴയിലാണ് രണ്ടിടത്ത് ഭരണങ്ങാനം വില്ലേജിന് കീഴിലുള്ള രണ്ടിടത്ത് ഇടമറുക്, ചേനമല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഉരുള് പൊട്ടിയതായിട്ടുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇടമറുക് ഭാഗത്ത് ഉരുള് പൊട്ടിയത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചേനമല ഭാഗത്തെ ഉരുൾപൊട്ടലിന്റെ കാര്യം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വിശദീകരണം വന്നിട്ടില്ല. പക്ഷേ അവിടെയുള്ള നാട്ടുകാർ നമ്മളെ വിളിച്ച് ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അറിയിച്ചിട്ടുണ്ട്. ആളപായം ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ 7 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായി ചില വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. ഈരാറ്റുപേട്ട മേഖലകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. പാലായിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് എന്തായാലും ഉയർന്നിട്ടുണ്ട്. അത് ഈ ഉരുൾപൊട്ടിയതിനെ തുടർന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എന്തായാലും മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഈ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയരുന്നത് ഒരു ആശങ്കയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മീനച്ചിലാറിന്റെ കരകളിലുള്ള ഇരുവശങ്ങളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. രാത്രികാല യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഇല്ലിക്കക്കല്ല് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക്, മലയോര മേഖലകളിലേക്ക് യാത്ര പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ വന്നിരിക്കുന്നത്. എന്തായാലും രാവിലെ പെയ്ത മഴയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ മഴക്കെടുതികൾ. കാഞ്ഞിരപ്പള്ളി, തീക്കോയി, കൂട്ടിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. മീനച്ചിലാറും മണിമലയാറും കരകവിയുന്നതിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മഴ മാറി നിൽക്കുന്നത് നേരിയൊരു ആശ്വാസവുമാണ്. ക്രിസ്റ്റീന, ശരി. കോട്ടയത്ത് നിന്നുള്ള വിശദാംശങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്. കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ഏതെങ്കിലും തരത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളവർ അത് മാറ്റിവെക്കണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചിട്ടുണ്ട്. ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി തുടങ്ങിയവയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. വെള്ളം പൊങ്ങുന്ന സമയമാണ്. മണിമലയാറും മീനച്ചിലാറും അടക്കമുള്ള ആറുകൾ കരകവിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത പാലിക്കണം എന്നാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പത്തനംതിട്ട അപ്പർ കുട്ടനാടൻ മേഖലകളിൽ വീടുകളിലേക്ക് മഴവെള്ളം കയറി. നിരണം പഞ്ചായത്തിൽ 20ഓളം വീടുകൾ വെള്ളത്തിൽ മുങ്ങി. പ്രദേശത്ത് റോഡുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, പല നദികളും കരകവിഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന മേഖലകളാണ്. പ്രത്യേകിച്ച് ആ കാർഷിക മേഖലയോടൊക്കെ അടുത്ത് താമസിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ മഴക്കാലം ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ഈ അപ്പർ കുട്ടനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് നിരണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് ആ മേഖല. 11-ാം വാർഡ്. ആ പ്രദേശത്ത് ഒരു ഭാഗത്ത് പമ്പ നദി, മറുഭാഗത്ത് പുഞ്ച. ഇതാണ് ഒരവസ്ഥ. സ്വാഭാവികമായി രണ്ടിലും വെള്ളം കരകവിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ പക്ഷെ പെയ്ത്ത് വെള്ളമാണ്. തോട്ടിലേക്ക് വെള്ളം പോകാതെ സ്വകാര്യ വ്യക്തികളും അടക്കം കെട്ടി വെച്ചിരിക്കുകയാണ് തോട് എന്നാണ് ആക്ഷേപം. പാടശേഖര സമിതിയിലേക്ക്, പാടശേഖരങ്ങളിലേക്ക് അടക്കം വെള്ളം പോകുന്നില്ല. അതുകൊണ്ടാണ് 20ഓളം വീടുകളിൽ ഇത്തരത്തിൽ വെള്ളം കയറി നിറയാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഏതാണ്ട് 13ഓളം വീടുകളിൽ പൂർണ്ണമായും, ബാക്കി 7ഓളം വീടുകളിൽ ഭാഗികമായും വെള്ളം കയറിയിട്ടുണ്ട്. നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. നാട്ടുകാർ പരാതികൾ പറയുന്നത് സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ടാണ്. നാളെ PWD സംഘം സ്ഥലത്തെത്തി തോടിന് കുറുകെ തടസ്സമായി നിൽക്കുന്ന ബണ്ടുകളൊക്കെ മുറിച്ചു മാറ്റുമെന്നാണ് പഞ്ചായത്ത് അംഗം ലല്ലു അടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുള്ളത്. എന്നാലും നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. അടിയന്തരമായി തന്നെ ഈ വീടുകളിലെ തങ്ങൾക്ക് സാംക്രമിക രോഗങ്ങളടക്കം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും പെയ്ത്തുവെള്ളം അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഇതുവരെ ഇവിടെ വെള്ളം ഇറങ്ങിയിട്ടില്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയിലെ മറ്റെവിടെയും കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ മഴ കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ആകാശം കാർമേഘാവൃതമാണ്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ്, നാളെയും ഓറഞ്ച് അലർട്ടാണെന്നാണ് ജില്ലാ ഭരണകൂടം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന, ശരി. പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.